ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിച്ചേക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി കാണുകയാണ്. രേവതി മാത്രമല്ല, സച്ചിയും കൂടെ വന്നത് കാണുന്നുണ്ട്. ആകെപ്പാടെ ഞെട്ടിപ്പോവാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മ നോക്കിയപ്പോഴത്തേക്കും അവര് വന്നിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുന്നതാ കാണുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ശ്രുതിയോട് ദേ രേവതി സച്ചി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറി വന്നിട്ട് രേവതി ചോദിച്ചു, ശ്രുതി നീ എന്താ ഇവിടെ? അത് പിന്നെ ആന്റി മെഡിസിൻസേ വീട്ടിൽ വെച്ച് മറന്നു, അത് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഓർത്തത് നേരത്തെ ആ ഒരു കവറ് മാറ്റി വെച്ചത് ശ്രുതി എന്തിനായിരുന്നു എന്ന്. വീട്ടില് വെച്ച്, അതായത് ഇവർ പോരുന്നതിന് മുമ്പ് ആ കവർ എടുത്ത് മാറ്റി വെച്ചത് എന്തിനായിരുന്നു എന്ന്. അതിന് ഒരു എന്താ പറയുക, അത് കാരണമാണ് ഇപ്പം നമ്മുടെ ശ്രുതിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. എന്നാൽ ഈ സമയം നമ്മുടെ ശ്രുതി പറഞ്ഞു, പിന്നെ ഇനി ഇവർ വീട്ടിലേക്ക് വരില്ലല്ലോ, മെഡിസിൻ ആവശ്യമുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ വന്നത്. അത് പിന്നെ എനിക്ക് കോൾ ചെയ്താൽ ഞാൻ വന്ന് മേടിക്കുമായിരുന്നല്ലോ. അതല്ല സച്ചി, എനിക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ഇന്നും കെറ്റിൽ വിതരണം ഉണ്ടോ? ഇല്ല, വീണ്ടും വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് മാനേജരോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് കെറ്റിലും കൂടി ഇരിപ്പുണ്ട്. അപ്പം ബിസിനസ്സിന് നല്ലതാണല്ലോ സച്ചി എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, ആദി മോനെ ഇപ്പം നിനക്ക് എല്ലാരെയും കാണാമോ? നീ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി എങ്കിലേ, ഞാൻ നല്ല ഹാപ്പി ആയി, എനിക്കിപ്പോ എല്ലാരെയും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അല്ല ഞാൻ വരുമ്പം ശ്രുതി നീ ആദിയോട് നല്ല ക്ലോസ് ആയിട്ടാണല്ലോ സംസാരിച്ചത്, എന്താ എന്താ പറ്റിയത്? പെട്ടെന്നൊരു സ്നേഹപ്രകടനമൊക്കെ. അല്ല രേവതിക്ക് അങ്ങനെ തോന്നിയോ ഞാൻ ക്ലോസ് ആയിട്ട് സംസാരിച്ചെന്ന്? ഞാൻ നോർമൽ ആയിട്ടാണല്ലോ സംസാരിച്ചത്. അല്ല, അവന്റെ കൈ പിടിച്ചും നെറുകയിൽ തലോടിയും കെട്ടിപ്പിടിച്ചുമൊക്കെയാ നീ സംസാരിച്ചത്, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല ആദിക്കും ശ്രുതിക്കും വല്ലാത്തൊരു അടുപ്പമുള്ളത് പോലെ തോന്നി, എന്താ അങ്ങനെ? അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ അത് വേറൊന്നുമില്ല രേവതി, 2 ദിവസം ശ്രുതി നന്നായി ഇവനെ നോക്കിയിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. അല്ല എനിക്ക് തോന്നി ആദ്യം അമ്മയെന്നൊക്കെ വിളിച്ചെന്ന് ശ്രുതിനെ. അതെ, പെട്ടെന്ന് അവന്റെ അമ്മേനെ ഓർമ്മ വന്നു, അതാ അവൻ അമ്മേന്ന് വിളിച്ചത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി ചോദിച്ചു, അങ്ങനെയാണോ മോനെ? അതെ അതെ അങ്ങനെയാ, എനിക്കപ്പോഴേ അങ്ങനെ വിളിക്കാൻ തോന്നി. ഓ പാർലലേട്ടത്തി, നിന്നെ കണ്ടപ്പം അവന്റെ അമ്മേനെ ഓർമ്മ വന്നെന്ന്. അല്ല അതെന്താ അങ്ങനെയൊക്കെ, എനിക്കങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. രേവതിനെ കണ്ടിട്ട് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല, പെട്ടെന്ന് പാർലറേട്ടത്തിനെ കണ്ടപ്പം ഓർമ്മ വന്നല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെനിക്കെങ്ങനെ അറിയാം, അത് ഇവനോട് ചോദിക്കണം, എനിക്കറിയില്ല. 2 ദിവസം പാർലറേട്ടത്തി ഊട്ടിയും ഉറക്കിയൊക്കെ അവനെ നോക്കിയില്ലേ? ഒരു അമ്മ മോനെ നോക്കുന്ന പോലെ അവനെ നോക്കി, അതുകൊണ്ട് അവന് സ്നേഹം തുടങ്ങി. അതുകൊണ്ട് മാത്രമാ പാർലറേട്ടത്തിനെ കാണുമ്പം അവൻ അമ്മയെ പോലെയൊക്കെ തോന്നുന്നത്, അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ് വേറെ എന്താ സച്ചി, വേറൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, കുട്ടികൾ അങ്ങനെയാ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു മിഠായി കൊടുത്താൽ അവരുടെ മനസ്സിൽ എന്നും അവരുണ്ടാകും, അവരോടുള്ള ഇഷ്ടവും ഉണ്ടാകും. കുഞ്ഞുങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിലെ കലർപ്പ് ഉണ്ടാവില്ല, കള്ളം ഉണ്ടാവില്ല, അവര് ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്. ഇപ്പം ശ്രുതിനെ അമ്മയായിട്ട് തോന്നി, അത് വലിയ പുത്തരിയൊന്നും അല്ല. അപ്പൊ നമ്മൾ സച്ചി പറഞ്ഞു, ശരിയാ, കുട്ടികളുടെ മനസ്സിൽ കലർപ്പില്ല, കുട്ടിയായിരിക്കുമ്പോ തോന്നും വക്കീലോ എഞ്ചിനീയറോ പ്രധാനമന്ത്രിയാവും ആകുമൊക്കെ ചെയ്യാന്ന്. പക്ഷെ വളർന്നു കഴിയുമ്പോഴല്ലേ ഇതൊന്നും ആകാൻ പറ്റില്ല, വളരണ്ടായിരുന്നു, കുട്ടിയായിരുന്നാ മതി എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. മനുഷ്യര് കണ്ടുപിടിച്ച കള്ളവും ചതിയും അഹങ്കാരവും ഒന്നുമില്ലാതെ നിഷ്കളങ്കമായിട്ട് കുട്ടികളുടേതായ ഒരു ലോകമുണ്ടല്ലോ, അവർക്ക് ചിരിച്ച് കളിച്ച് നടന്നാൽ മതിയല്ലോ. കുട്ടിയായ ഇവന്റെ മനസ്സിൽ ഒരു കള്ളവുമില്ല. പക്ഷേ മുതിർന്ന പാർലറേട്ടത്തിയുടെ മനസ്സിൽ കള്ളമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇവനെ ഊട്ടുമ്പോഴും ഉറക്കുമ്പോഴും അമ്മയുടെ കൂടെ ചേർന്ന് ഇവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കിയത്. കഷ്ടമുണ്ട് പാർലറേട്ടത്തി, എന്ത് നിഷ്കളങ്കമായ കുട്ടിയാ. ഈ കുട്ടിക്ക് പാർലറേട്ടത്തിയോട് സ്നേഹമുണ്ടെന്ന് അമ്മയെന്ന് വിളിച്ചെന്ന് അതൊക്കെ പാർലറേട്ടത്തിക്ക് മനസ്സിലായില്ലേ? അത് പിന്നെ സച്ചി, ഞാൻ വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തത് ആന്റിയെ പേടിച്ചിട്ടാ, മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്കതിന് പറ്റില്ല. കാരണം ഇവനൊരു കുട്ടിയാണല്ലോ, ഇവനോട് എനിക്ക് സ്നേഹം തന്നെയാണ്. പിന്നെ നിന്റെ മനസ്സിലെ കള്ളം ഞങ്ങൾക്കാർക്കും അറിയാത്തതുപോലെ. ആ പിന്നെ പാർലറേട്ടത്തിക്ക് ഇവനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ കാണുമായിരിക്കും.
അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ദൈവം തമ്പുരാൻ അറിയാം. പക്ഷെ അങ്ങനെയല്ല, ആദ്യം മോന് പാർലർ ഏട്ടത്തിയെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് രേവതിയെ പോലും അമ്മയെന്ന് വിളിക്കാതെ പാർലർ ഏട്ടത്തിനെ അമ്മയെന്ന് വിളിച്ചത്. ആദി മോനെ, നീ വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ ഇയാള്. ഇയാളെ ഭയങ്കര അഗ്രഹണ്യാണ്. അത് മോന് ഓർത്തോ. പിന്നെ ദേ, നിനക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹം കൊടുക്കാൻ ഒരാൾ വേണം. അത് ആഗ്രഹിക്കുന്നുണ്ട് ആന്റി. അതുകൊണ്ടാ ഇവളെയൊക്കെ കാണുമ്പം ഇവൻ അമ്മേനെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ആന്റി ഒരു കാര്യം ചെയ്യണം. ആന്റിക്ക് ഒരു മകളുണ്ടെന്നല്ലേ പറഞ്ഞത്. ആന്റിയുടെ മകള് വന്ന് കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സങ്കടമൊക്കെ ആദിക്കുട്ടന് മാറും. പിന്നെ ആദിക്കുട്ടൻ ആന്റിയുടെ മകളെ സ്നേഹിച്ചോളും. ഏതായാലും മകളുടെ സഹോദരന്റെ കുട്ടിയല്ലേ ആദിമോന്. അപ്പൊ ആ രീതിയിൽ ആ പെൺകൊച്ചിന് സ്നേഹിക്കാൻ കഴിയുമല്ലോ. അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ ആന്റി, എത്രയും പെട്ടെന്ന് ആ മോളോട് വരാൻ പറയണം. ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി നോക്കട്ടെ. ആദിമോന് വെറുതെ എന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്. ഈ പ്രായത്തിൽ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം. അമ്മയെ പോലെ കരുതാൻ ഒരാൾ വേണം. അത് ആവശ്യമാണ്. അതുകൊണ്ട് ആന്റി എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് അവരോട് ഇവിടെ വരാൻ പറയണം. ഇവിടെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ ഒക്കെ ജോലിയൊക്കെ കിട്ടൂലോ. ഇപ്പം ഇവിടെയൊക്കെ ജോലി കിട്ടാനും എളുപ്പമാണ്. അതുകൊണ്ട് ദേ, പൈസയുടെ കാര്യം ഓർത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ആ സ്ത്രീയോട് വരാൻ പറയണം, അമ്മയുടെ മകളോട് വരാൻ പറയണം എന്നൊക്കെ നമ്മുടെ രേവതിയും പറയാണ് കേട്ടോ. പറയാം മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ നിന്ന് പരിങ്ങാണ്. അപ്പോഴത്തേക്കാണ് സച്ചി, അതെ ബില്ല് അടയ്ക്കാനുണ്ടല്ലോ, അത് ഞാൻ അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അടുത്തൊരു സ്ലിപ്പ് മേടിച്ചോണ്ട് പോകാൻ തുടങ്ങുന്നു. അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ അടച്ചോളാം സച്ചി എന്ന് പറഞ്ഞപ്പോ, ഹേയ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ദേ, ഞങ്ങളെ അന്യരായിട്ട് കണ്ടിട്ടല്ലേ ഞങ്ങളോട് ബില്ല് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ തന്നെ ബില്ല് അടയ്ക്കും, അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സച്ചി ആ ബില്ല് മേടിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ രേവതി ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി ഇപ്പൊ പോകുന്നുണ്ടോ, അതോ ശ്രുതി പിന്നെ പോകുന്നുള്ളോ, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ എനിക്ക് പോണം, കുറച്ച് തിരക്കുണ്ട് രേവതി. എന്നാലേ ആദിമോന്റെ അടുത്ത് കുറച്ച് നേരം കൂടെ നിൽക്കിട്ടോ, ഞാൻ ഇപ്പൊ സച്ചേട്ടന്റെ കൂടെ പോയിട്ട് വരാന്ന് പറഞ്ഞ് രേവതി സച്ചിയുടെ കൂടെ ബില്ലടയ്ക്കാൻ വേണ്ടി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദി അമ്മേ എന്ന് വിളിക്കുകയാണ് കേട്ടോ ശ്രുതിനെ. അപ്പൊ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, മോനെ ഇനി അങ്ങനെ വിളിക്കരുത് മോനെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ശരിയാവില്ല, അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ. പിന്നെ എപ്പോഴാ ഞാൻ എൻ്റെ അമ്മേനെ അമ്മാന്ന് വിളിക്കുക, എനിക്ക് കൊതിയാവുക അമ്മേനെ അമ്മാന്ന് വിളിക്കാനും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനും എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. അതിനൊക്കെ ഇനി എപ്പോഴാ പറ്റുകയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതിനൊക്കെ ഒരു സമയം വരും മോനെ. ഇപ്പം ഈ അമ്മ ഒരുപാട് പാടുപെട്ട ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരുന്നത്. അതിനിടയിൽ മോന് ഈ അമ്മയെ സഹായിച്ചേ പറ്റൂ. കുറച്ച് നാളത്തേനും കൂടെ എൻ്റെ മോൻ കടിച്ചു പിടിച്ച് നിൽക്കണം. അമ്മ എന്ന് വിളിക്കാതെ ആന്റി എന്ന് തന്നെ വിളിക്കണം. അല്ലെങ്കിലേ ഇത് ശരിയാവില്ല മോനെ. അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്മയുടെയും മോന്റെയും ഭാവി ജീവിതത്തിന് വേണ്ടിയ അമ്മ ഈ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മോന് ഒരു കാര്യം ചെയ്യണം, ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ശ്രുതി പറയാ, എത്രയും പെട്ടെന്ന് അമ്മ ഇവിടുന്ന് പൊക്കോണം, ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. അറിയാലോ, അവന്റെ മനസ്സിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ദുരൂഹത തോന്നിക്കഴിഞ്ഞാൽ അവനത് കണ്ടുപിടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞപ്പം, എന്താടി പാവം ഉണ്ടടി, കണ്ടില്ലേ രണ്ടുപേരും കൂടെ ബില്ലൊക്കെ അടയ്ക്കുന്നത്. ഓ പാവം ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ സച്ചിയോട് സത്യങ്ങളൊക്കെ ചെന്ന് പറയാനാണോ അമ്മയുടെ ഉദ്ദേശം? ഞാൻ അങ്ങനെ അല്ലടി ഉദ്ദേശിച്ചത്. എങ്ങനെയാ ഉദ്ദേശിച്ചെങ്കിലും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. ഇനി ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരിക്കണം. എനിക്ക് വയ്യ എൻ്റെ ജീവൻ പണയം വെച്ച് ഇവിടെ നിൽക്കാനായിട്ട്. ഈ സമയത്ത് രേവതി വരികയാണ് കേട്ടോ. അപ്പൊ രേവതി വന്നത് പെട്ടെന്ന് ഇവര് വിഷയം മാറ്റാണ്. അപ്പൊ എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ്, അത് പിന്നെ ഇവനെ രേവതി ആന്റിയോട് പെട്ടെന്ന് വരാൻ പറ, ഇവന് വീട്ടിൽ പോകാൻ ധൃതിയായി, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അല്ല ശ്രുതി, നീ പോകാതെ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ പോവാന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ മാനേജർ ഇതുവരെ വന്നില്ല രേവതി, അതാ ഞാൻ ഇവിടെ നിന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും വന്നു കേട്ടോ. സച്ചി വന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയും ശ്രുതിയും അതുപോലെ തന്നെ ആദിയും രേവതിയൊക്കെ നിപ്പുണ്ട്. അങ്ങനെ സച്ചി പറഞ്ഞു, ദേ ആന്റി, ബില്ലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം അടച്ചിട്ടുണ്ട്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല അന്ന് വന്നപ്പോഴും സച്ചി അല്ലേ ബില്ല് അടച്ചത്? ക്യാഷ് കൊടുക്കുന്നത് ആന്റി നേരത്തെ പറയണമെന്ന് കേട്ടു, എന്നിട്ട് എന്തേ കൊടുത്തില്ലേ? ക്യാഷ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ, കൊടുക്കാം. അയ്യോ ആന്റി, ക്യാഷ് ഒന്നും വേണ്ട. നിങ്ങൾ എന്താ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അന്യരാണോ, അതൊന്നും വേണ്ട. ക്യാഷ് തന്നാലാ ഞങ്ങൾക്ക് വിഷമാകുന്നത്. ഞങ്ങളെ വീട്ടിലുള്ളവര് ഹോസ്പിറ്റലിൽ വന്നാൽ ഞങ്ങളല്ലേ പൈസ കൊടുക്കുക. എന്നെ ഇങ്ങനെ അന്യരായിട്ട് കാണുകയാണെങ്കിൽ കാശ് തന്നോ, അന്യരല്ലെങ്കിൽ കാശ് തരണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ സച്ചി ഇപ്പൊ കൈ നീട്ടിയത്.
ഞാൻ തരില്ല എന്ന് സച്ചിക്ക് നന്നായിട്ട് അറിയാലോ. ഏ അതുകൊണ്ടല്ലേ കൈ നീട്ടിയത്. അയ്യോ ആന്റി വിഷമിക്കാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്. ആന്റി, ഞാൻ ആന്റിയുടെ ഒരു മോനായിട്ട് തന്നെ കണ്ടാ മതി. അതുകൊണ്ട് ആന്റി പൈസയൊന്നും തരണ്ട. ആദ്യനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇല്ല മോനെ, മറക്കില്ല, ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ നെഞ്ചിലേക്ക് ചാരി കിടന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതിക്കാണ് കലി വരികയാണ്. കാരണം ആ അമ്മയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീലിങ്സ് ആണ് നമ്മുടെ സച്ചിയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു തീർക്കുന്നത്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ല നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ സമയത്ത് ഒരു ബസ് ഉണ്ടെന്ന്. അപ്പൊ പെട്ടെന്ന് ശ്രുതിയുടെ അമ്മയുടെ ബോധം വന്നു കേട്ടോ. അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ആ ശരിയാ, പോയേ പറ്റൂ മോനെ, ആദ്യം മോനെ ബാ നമുക്ക് പോകാം. അപ്പൊ സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുവിടാം. അയ്യോ അത് വേണ്ട, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ല ആന്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ ശരി മോനെ, മോൻ കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി രേവതിയും സച്ചിയും നമ്മുടെ ആദിമോനും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടെ പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവായി പോവുകയാണ് എങ്ങനെയെങ്കിലും ഒക്കെ. ശ്രുതി അങ്ങ് ഒഴിവായി പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ശ്രുതിനെ പിടിച്ചു നിർത്തിയിട്ട്, അതെ ശ്രുതിയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആ ആന്റിയുടെ മകളെ കുറിച്ച്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്തിനാ എന്നോട് സംസാരിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് ആന്റിയുടെ മകളെ കുറിച്ച് ആന്റിയോട് ഞാൻ ചോദിക്കുമ്പോഴേ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ കള്ളങ്ങൾ പറയാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുക. എന്തോ ഒരു പ്രശ്നമുണ്ട് ശ്രുതി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പം ശ്രുതിയോട് മറ്റും മകളുടെ കാര്യങ്ങൾ വല്ലതും പറഞ്ഞോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. എന്നോടൊന്നും പറഞ്ഞില്ല. എങ്കിൽ പിന്നെ ശ്രുതി വരുന്നുണ്ടോ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല, ഞാൻ മാനേജറെ ഇതുവരെ കണ്ടില്ല, ഞാൻ കണ്ടിട്ട് പൊക്കോളാം. ഇപ്പം രേവതി അവരെ കൊണ്ടുവിടാൻ നോക്ക്, പെട്ടെന്ന് അവരെ കൊണ്ടുവിട് എന്നിങ്ങനെ പറയാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നു. ശ്രുതി പേടിച്ചു പറിച്ചങ്ങ് പിന്മാറി അങ്ങ് പോവാണ്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നേരം പരപരാ വെളുത്തു. നമ്മുടെ ചന്ദ്രോദയാണ് കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ പളപള തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പളപള തിളങ്ങുന്ന ഡ്രസ്സല്ല, ഒരു പാൻറ്റും ഒരു ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, നിങ്ങളിത് എങ്ങോട്ട് പോവാ? രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ലല്ലോ ഇത്. അത് പിന്നെ ചന്ദ്ര, ഞാനൊരു സ്ഥലം വരെ പോവാം. അപ്പൊ സച്ചു ചോദിച്ചു, ജോഗിങ്ങിന് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? പിന്നെ എന്റെ അച്ഛൻ അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, അപ്പൊ എന്റെ അച്ഛൻ ഏത് ഡ്രസ്സ് വേണേലും ഇട്ടുകൊണ്ട് പോകാം. അസൂയ കണ്ടില്ല, അസൂയ. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞ, അസൂയൊന്നും അല്ല. എന്താ അസൂയപ്പെടാനായിട്ടാ ഈ കിളവനെ കണ്ടിട്ട്? അയ്യോ കിളവൻ ആരാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ അച്ഛനെ അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. എന്റെ അച്ഛന് എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്റെ അച്ഛന് ചേരും. കണ്ടില്ലേ ആ മുഖത്തെ ഒരു ഐശ്വര്യം. ഇവിടെ ചിലവരുണ്ട് ഹീനാമ്പേച്ചിയുടെ മുഖം പോലെ ഇരിക്കുന്നവര്. ആരാടാ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെല്ലുകയാണ് തട്ടിക്കേറിക്കൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നോ, ഞാൻ വേറെ എങ്ങും പോവല്ല, 2 കല്യാണം. കല്യാണം കഴിക്കാൻ പോവാണോ അച്ഛൻ? അപ്പൊ 2 കല്യാണം കഴിക്കാൻ അച്ഛൻ തീരുമാനിച്ചോ? അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് 2 കല്യാണമോ? ഓ എന്റെ പൊന്നു ചന്ദ്രയെ, എനിക്ക് 2 കല്യാണമുണ്ട്. ആ കല്യാണത്തിന് ഞാൻ യൂണിയൻ ഓഫീസിലേക്ക് പോവാ. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാ പോകുന്നത്. ഓ കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. ഓ എന്റെ പൊന്നു ചന്ദ്രേ, അവിടെയെങ്കിലും ഞാനൊന്ന് സമാധാനത്തോടു കൂടി പൊക്കോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു ഒറ്റ ചിരി ഇരിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ. എന്റെ പൊന്നമ്മേ, എന്റെ അച്ഛനൊന്ന് സമാധാനത്തോടു കൂടി കല്യാണമൊക്കെ ആഘോഷിച്ചിട്ട് വരട്ടെ. എന്റെ അച്ഛൻ അത്രയ്ക്ക് പ്രായമൊന്നുമില്ല, ചുള്ളനാ, വെറും ചുള്ളൻ. അതുകൊണ്ട് കല്യാണത്തിനൊക്കെ കൂടി അതെ അച്ഛൻ പോയിട്ട് വാച്ച. ഇവിടെ നിന്ന് പലരും ഇങ്ങനെയൊക്കെ പറയും, ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, അച്ഛൻ പോയി അടിച്ച് പൊളിച്ച് തകർത്തിട്ട് വാ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ചന്ദ്രയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ രേവതി കിച്ചണിൽ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം തീർക്കാൻ പിന്നെ രേവതിയോ അല്ലേ ഉള്ളൂ. അപ്പൊ രേവതിനെ രേവതി എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് അലറുകയാണ്, രേവതിനെ വിളിക്കുകയാണ്. അപ്പൊ രേവതി കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രേവതി എന്താ അമ്മേ എന്നിങ്ങനെ വിളി കേൾക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കഥയൊക്കെ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാട്ടോ നിങ്ങളുടെ മുമ്പിൽ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അത് കഴിയുമ്പോൾ അലീനയുടെ റിയൽ സ്റ്റോറിയിലിടോട്ടോ. ബൈ ബൈ.